കർഷക സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ കുരുമുളക് ചെടിയുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ ടിപ്പ് പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഇത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം. നമ്മുടെ തനിനാടൻ ഫാമിൽ നമുക്ക് ചെറിയ ഒരു വർഷം ആകാറായിട്ടുള്ള കുരുമുളക് ചെടിയുണ്ട്. അപ്പോൾ ഈ ചെടിക്ക് വേനൽക്കാലമാകുമ്പോൾ നമ്മൾ തണൽ ഒരുക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മളുടെ ഈന്തിൻ്റെ ഇലയാണ്. പക്ഷേ ഇതിപ്പോൾ കിട്ടാനില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ തോട്ടത്തിലുള്ള നമ്മുടെ ഏലത്തിന് കവാത്തെടുക്കുക, അല്ലെങ്കിൽ ചപ്പ് പറിക്കുക എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ മുകൾ ഭാഗം, അതായത് മൂത്ത തട്ടയുടെ മുകൾ ഭാഗം ഇങ്ങനെ കിട്ടും. അപ്പോൾ ഈ ഭാഗം ഇതുപോലെ എടുത്ത് നമുക്ക് ഇതുപോലെ കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇതിന് തളനാളുകയും ചെയ്യും, അത്യാവശ്യം എയർ സർക്കുലേഷൻ കിട്ടുകയും ചെയ്യും. നമുക്ക് ഇതിൻ്റെ തണലിന് വേണ്ടി മറ്റ് ചപ്പുകൾ അല്ലെങ്കിൽ ഈന്തിൻ്റെ ഇല അങ്ങനെയുള്ളതൊന്നും നമ്മൾ കളക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊരു പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആണ്. ഇത് എത്രമാത്രം സക്സസ്ഫുൾ ആണ് എന്ന് നമുക്കറിയില്ല. ഒരുപക്ഷെ ഇത് പലരും ചെയ്തിട്ടുണ്ടാവും, പലർക്കും ഇതിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇത് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളോ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാവുന്നവരൊന്ന് പറഞ്ഞു തരിക. അല്ലാത്തവർ ഇതൊരു പുതിയ അറിവായിട്ട് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ഇതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലും അത് കമൻറ്റ് ചെയ്യുക, നമുക്ക് അത് ഭാവിയിൽ അറിയാൻ കഴിയും. ചെറിയൊരു സംശയമുള്ളത് മാത്രം, ഈ ഏലത്തിൻ്റെ തട്ട ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഏതെങ്കിലും ഫംഗിസൈഡ് പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് നമ്മുടെ കൊടിയിലേക്ക് അല്ലെങ്കിൽ കുരുമുളക് ചെടിയിലേക്ക് വരുമോ എന്നുള്ളൊരു സംശയം മാത്രമാണ് നമുക്കുള്ളത്. എങ്കിലും മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മളിത് ചെയ്യുന്നത്. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക. താങ്ക് യു.